പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. Praise the Lord. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം മനുഷ്യവംശത്തിലേക്ക് കടന്നു വരുവാൻ തിരുമനസ്സായ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം യേശു ക്രിസ്തുവിലൂടെ നാം അനുഭവിച്ചറിയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് നാം ഈ കാലയളവിൽ അനുസ്മരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയുവാൻ തന്നെ സമർപ്പിച്ച പരിശുദ്ധ ദൈവമാതാവ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നുള്ള ആ ഒരു സമ്മതമാണ് ഇന്ന് രക്ഷകൻ്റെ ആ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായത്. ആ ആനന്ദമായ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദൈവവചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്ന് പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. തന്നോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുൻപിൽ, തന്നിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെതായ വാക്കുകൾക്ക് മുൻപിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൾ ചിന്തിക്കുകയാണ്. ദൂതൻ അവളോട് പറയുന്നു: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ തന്നെ സമർപ്പിച്ച മറിയത്തെ പോലെ നമ്മുടെ ജീവിതവും ഈ കാലയളവിൽ ദൈവം ഇടപെടുന്ന വഴികൾക്ക് മുൻപിൽ ആമേൻ പറയുവാൻ തക്കവണ്ണം, ആ വചനം നമ്മളുടെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ഈ വചനത്തിൻ്റെ കാലയളവിൽ, വചനിപ്പ് തിരുനാളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നതായ ഈ കാലയളവിൽ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും വചനം നിറവേറുവാനായിട്ട്, ദൈവവചനം മാംസം ധരിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. അതിന് മറിയത്തിന് സാധിച്ചത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ മാത്രമാണ് ഈ ദൈവവചനത്തെ മാംസം ധരിക്കുവാനായിട്ട്, ദൈവകൃപയോട് സഹകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. ഈ കാലയളവിൽ ഈ ദൈവാത്മാവിൻ്റെ കൃപയിലൂടെ ദൈവവചനത്തെ മാംസം ധരിക്കുന്നവരായി
നമ്മുടെ ജീവിതങ്ങളിൽ അസാധ്യങ്ങളായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ടെന്നുള്ള ആ വാഗ്ദാനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.